20ഓളം നടീനടന്മാർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ഫെഫ്കയെ സമീപിച്ച വാർത്ത നിഷേധിക്കാതെ താരങ്ങൾ. എന്നാൽ പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് AMMA ഭരണസമിതി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള പുതിയ സംഘടന വരുന്നത് നല്ലതാണെന്ന് ചിന്തിക്കുന്നവരാണ് ഒരു വിഭാഗം. എന്നാൽ സംഘടനാ പ്രവർത്തനത്തിൽ വേണ്ടത്ര പരിചയമില്ലാത്തവർ ട്രേഡ് യൂണിയൻ സംഘടന രൂപീകരിക്കുന്നത് ശ്രമകരമായിരിക്കുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. സൈഫുനിസ തുടരുന്നുണ്ട്. സൈഫുനിസ, എന്തായാലും ഇക്കാര്യം, അതായത് ഫെഫ്കയെ സമീപിച്ചു എന്നുള്ളത് ബി ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ താരങ്ങൾ അതാരൊക്കെയാണ് സമീപിച്ചതോ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയൊരു താരങ്ങൾ, ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല താരങ്ങൾ, അല്ലേ? എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണങ്ങളൊക്കെ വരുന്നത്, പരസ്യ പ്രതികരണങ്ങളല്ലെങ്കിലും? ഇക്കാര്യം തുറന്ന് പറയുവാനായി താരങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ശ്രുതി പറയേണ്ടത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ 20 താരങ്ങളെ സമീപിച്ചു എന്ന വാർത്ത വന്നവിടെ നമ്മൾ ഈ AMMയുടെ പിരിച്ചുവിട്ട ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ചില ഭാരവാഹികളെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവർ പറയുന്നത് AMMA ഒരു കുടുംബം പോലെയാണ്, ഞങ്ങൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ ഇവർ പിളർപ്പ് എന്നതിനപ്പുറത്തേക്ക് നിലവിലെ സംഘടന ട്രേഡ് യൂണിയനായി രജിസ്റ്റർ ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവർ ബി ഉണ്ണികൃഷ്ണനുമായി സംസാരിച്ചതായും അറിയുന്നു. അങ്ങനെയെങ്കിൽ നിലവിലെ ഇതൊരു ട്രസ്റ്റ് എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, ഒരു താര സംഘടനയാണ്. അത് മാറി ഒരു ട്രേഡ് യൂണിയനായി, തൊഴിലാളി സംഘടനയായി മാറുന്നതോടെ അതിന്റെ ബൈലോയിലടക്കം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നിലവിലെ ബൈലോ അടക്കം പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ ഭരണസമിതിയിലുള്ളവരും അതുകൂടാതെ തന്നെ ഇതിലെ അംഗങ്ങളും അടക്കം പരാതികൾ ഉന്നയിക്കുന്നുമുണ്ട്. ഈ ഒരു പിളർപ്പിലേക്ക് പോകുന്നതിന് പകരം ഇതിന്റെ ബൈലോ അടക്കം മാറ്റുന്ന രീതിയിലേക്ക് ഒരു ട്രേഡ് യൂണിയനായി രജിസ്റ്റർ ചെയ്യുക, കൂടുതൽ തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് നിലവിൽ ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ട്രേഡ് യൂണിയൻ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലാളി പ്രശ്നങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്യാം, ഫെഫ്കയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യാമെന്നാണ് AMMയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ആലോചനയുടെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. നിലവിൽ ഈ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുകയാണ്. 2 മാസത്തിനകം AMMയിൽ പുതിയ ഭരണസമിതി വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിനകത്ത്, ഈ ഒരു ഇടവേളയ്ക്കുള്ളിൽ ഇത് ട്രേഡ് യൂണിയനായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്ന ആശയവിനിമയങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രുതി, സൈഫുനിസ അലിയറാണ് വിശദാംശങ്ങൾ.